ഹലോ ഗൈസ്, നമ്മളിന്ന് വന്നിരിക്കുന്ന ഒരു അതിഗംഭീരമായിട്ടുള്ള പരിപാടി കേട്ടോ. ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ കൊടുമുണ്ടയുടെ മണ്ണിലാണ്. ഒരുപാട് ഗജവീരന്മാർ വന്നിറങ്ങുന്നുണ്ട് കേട്ടോ. നയസ് ഗൈസ്, നമ്മളിന്ന് വന്നിരിക്കുന്നത് കൊടുമുണ്ട നേർച്ചയ്ക്കാണ്. 2024 അതിഗംഭീരമായിട്ടുള്ള കൊടുമുണ്ട നേർച്ചയ്ക്ക് എല്ലാവർക്കും തന്നെ സ്വാഗതം. ഇപ്പം ഞാൻ അവിടെ നിൽക്കുന്നത്. നമ്മൾ വരുന്ന വഴിക്കുന്ന ഒരുപാട് ആനകളൊക്കെ വരുന്നത് കണ്ടു. അപ്പോൾ എന്തായാലും ഇന്ന് കുറച്ച് ലേറ്റായി നമ്മൾ വന്ന ടൈമേക്കും. അപ്പോൾ എന്തായാലും പരിപാടി ഒന്നും ആരംഭിച്ചില്ല കേട്ടോ. ആനകളൊക്കെ വരുന്ന സമയമാവുന്നുള്ളൂ. കുറച്ച് ആനകളൊക്കെ ഇറങ്ങിയിട്ടുണ്ട്, കുറേ ആനകളൊക്കെ വന്ന് ഇറങ്ങാൻ വരുന്നുണ്ട്. പിന്നെ ഏതൊക്കെ ആന വരുന്നുണ്ട്. ഒട്ടോടി അനന്തനെ ഞാൻ കണ്ടു അവിടെ പോസ്റ്ററിൽ. ബാക്കിയുള്ളതൊക്കെ നമുക്ക് നോക്കി വെക്കാം. സോ എന്തായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു. സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. കാരണം നമ്മൾ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് ഇത്തരത്തിലുള്ള നമ്മൾ വീഡിയോസ് ചെയ്യുന്നത്. നമുക്ക് ഒരൊറ്റ പ്രചോദനം പറഞ്ഞത് നിങ്ങളുടെ സബ്സ്ക്രൈബ് ബട്ടൺ മാത്രമാണ്. സോ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യാനും മറക്കണ്ട. അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ എത്ര ആന ഉണ്ടെന്ന് അറിയുന്നവർ ജസ്റ്റ് കമന്റ് ചെയ്യുക. ഒന്ന് നമുക്ക് ടൈം വെച്ചാൽ നേരെ വലിയൊരു ഗോൾ. ലെറ്റ്സ് ഗോ. നമ്മൾ കൊടുമുണ്ട നിറച്ചു കൊന്നാട്ടോ. അപ്പം നമ്മുടെ പരിമണം വിഷ്ണു അവിടെ വന്ന് ഇറങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ചിറക്കര ശ്രീറാമു വന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. എന്തായാലും അമിഗോസ് എന്ന ടീമിൻ്റെ പേര് കൊണ്ടത്. ഇന്ന് തന്നെ 3 ആനകൾ വരുന്നുണ്ട്. നമ്മുടെ ഇത്തിത്താനം വിഷ്ണു നാരായണൻ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ വന്നിറങ്ങിയ ആ ടൈമിലാണ് നമ്മുടെ ചിറക്കര ശ്രീറാം വന്ന് ഇറങ്ങുന്നത്. എന്തായാലും ഇനി ഇത് കൂടാതെ അവിടെ വേറെ കുറേ ആനകൾ വരുന്നത്. നമ്മളെ കേശവനൊക്കെ വരുന്നുണ്ട് തോന്നുന്നു. ഉണ്ടെന്ന് പറഞ്ഞു കേട്ടിരുന്നു ഒട്ടോളി അനന്തനൊക്കെ. നമുക്ക് എന്തായാലും പോയി നോക്കിയോ കേട്ടോ. ഗൈസ്, നമ്മുടെ ഇത്തിത്താനം വിഷ്ണുനാരായണൻ വന്നിട്ടില്ല. അപ്പോൾ അങ്ങനെ അവിടെ നമ്മൾ കേശവനെ കാണാൻ വേണ്ടി ഇറങ്ങിയ കേട്ടോ. അപ്പോൾ നമ്മളിവിടെ സെൻട്രൽ ബോയ്സ് മേലെ കൊടുമുണ്ട എന്നുള്ള ടീമിൽ നിന്ന് കേട്ടോ. നമ്മുടെ കിരൺ നാരായണൻ കുട്ടി വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഗജവീരൻ ശരണയ്യപ്പനും വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവർ വന്നില്ല അറിയില്ല. ഇവിടെ ഏതെങ്കിലും ഒരു സ്ഥലത്തായിട്ട് ഉണ്ടാവും. എന്തായാലും നോക്കി നോക്കാം. പിന്നെ നമുക്കിപ്പോൾ നേരെ പോകണ കേശവനെ കാണാൻ കേട്ടോ. ഗജ ഭീമൻ കേശവനെ കാണാൻ പോവാണ്. എന്തായാലും നമുക്ക് പോയി നോക്കാം. പിന്നെ എല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്തു വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പം തന്നെ ചെയ്യുക. പിന്നെ നമ്മൾ ചെയ്യാം. ഓക്കെ ഗൈസ്, നമ്മുടെ ഒട്ടോളി അനന്ത കേട്ടോ അവിടെ നിൽക്കുന്നത്. പട്ടൊക്കെ കഴിക്കണം. എന്തായാലും പരിപാടിക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് നിൽക്കട്ടോ. ഒരാനത് അവിടെ നിന്ന് നടന്ന് വരുന്നുണ്ട് കേട്ടോ. ഈ ആൻ്റെ പേരെന്താ അറിയുന്നവർ ജസ്റ്റ് കമൻറ്റ് ചെയ്യാം. പരിപാടിക്ക് വേണ്ടിയിട്ട് പോവാണ്. ഇത്തിത്താനല്ലാന്ന് തോന്നുന്നു, നോക്കട്ടെ. അപ്പോൾ പേര് അറിയുന്നവർ ജസ്റ്റ് ഇപ്പം തന്നെ കമൻറ്റ് ചെയ്യുക. ഓക്കെ, വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് കമൻറ്റ് ചെയ്യാം. ഗൈസ്, നമ്മൾ കേശവനാണ് വേണ്ടി പോകാൻ നിൽക്കട്ടെ. അപ്പോൾ നമുക്ക് രാത്രി ആനസംഗമം ഇവിടെ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു ഏരിയ ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഇതാ വലിയൊരു ഏരിയ ഉണ്ട് കേട്ടോ. അപ്പോൾ ഏകദേശം എത്ര ആന ഉണ്ടാവും നമുക്ക് ഊഹിക്കാം. അപ്പോൾ എത്ര ഉണ്ടെന്ന് ഞാൻ നോക്കിയിട്ട് പറയാം കേട്ടോ. നമ്മുടെ ഗജഭീമ പുതുപ്പള്ളി കേശവൻ്റെ ലോറി ഇതവിടെ വന്നിരിക്കുന്നുണ്ട്. ഇനി നമ്മുടെ അടുത്ത ടാസ്ക് ഇതാണത്. കേശവൻ എവിടെ നിൽക്കുന്നത് നോക്കണം. ഇവിടെ ഒരു ഏരിയ ആയിട്ട് അവിടെ തന്നെയുള്ള ഭാഗത്ത് ഒന്ന് പോയി നോക്കിയോട്ടെ. അപ്പോൾ നമ്മുടെ ഗജഭീമൻ്റെ വണ്ടി ഇതവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. എന്തായാലും ആന എവിടെയെന്ന് ഞാൻ പോയി നോക്കി നോക്കട്ടെ. ഓക്കെ, അതാണ് നമ്മുടെ അടുത്ത ടാസ്ക്. നമ്മുടെ ആനത് അവിടെ വന്നിറങ്ങിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഗജഭീമൻ പുതുപ്പള്ളി കേശവൻ. സോ എന്തായാലും കുളിച്ച് സെറ്റായി റെഡി ആയിട്ട് നമ്മുടെ പരിപാടിക്ക് വേണ്ടിയിട്ട് ഇറങ്ങിക്കാം കേട്ടോ. ഓക്കെ,
കൊടികയറ്റം ആരംഭിക്കാൻ പോവുകയാണ്. എല്ലാ ഉപാഘോഷ കമ്മിറ്റികളും കൊടികയറ്റ ചടങ്ങുകൾ അവസാനിച്ചതിനാൽ ആളുകൾ പിരിഞ്ഞു പോവുകയും ഉപാഘോഷ കമ്മിറ്റികളുടെ ശേഷം മാത്രമേ പിരിഞ്ഞു പോകാവൂ. എല്ലാ ഉപാഘോഷ കമ്മിറ്റികളുടെയും ബാൻഡുകൾ ഒന്നിച്ചു നിന്നുകൊണ്ട് ബാൻഡ് സംഘടനയ്ക്ക് ശേഷം മാത്രമേ പിരിഞ്ഞു പോകാവൂ.
തിരക്കുള്ളതിനാൽ ആളുകൾ പിരിഞ്ഞു. എല്ലാ ഉപാഘോഷ കമ്മിറ്റികളുടെയും ബാൻഡുകൾ യാറും സെന്ററിൽ അണിയിരുന്നുകൊണ്ട് ബാൻഡ് സംഗമത്തിന് ശേഷം മാത്രമേ പിരിഞ്ഞു പോകാവൂ. ആരംഭിക്കും. അതിനുള്ളിൽ എല്ലാ ഉപാഘോഷ കമ്മിറ്റികളും കേന്ദ്ര നേർച്ചാഘോഷ കമ്മിറ്റി